സഭയൊക്കെയും എണ്ണുവാനും കണക്കെടുപ്പാനും കഴിയാതെ വണ്ണം വളരെ ആടുകളെയും കാളകളെയും പെട്ടകത്തിന് മുമ്പിൽ യാഗം കഴിച്ചു. അവിടെ എഴുതിയിരിക്കുന്നതാണ്, അവന്റെ അടുക്കൽ കൂടി വരുന്ന ഇസ്രായേൽ സഭയൊക്കെയും എന്തുവാണ്? എണ്ണുവാനും കണക്കെടുപ്പാനും. അപ്പോഴേ അബ്രഹാമിനെയും അല്ലെങ്കിൽ ഇസ്ഹാക്കിനെയൊക്കെ എണ്ണ രണ്ടുപേരെയും എന്നാൽ ഇവിടെ എന്തുവാണ്? അവിടെ പിന്നീട് കൊണ്ടുവന്ന് യാഗമർപ്പിച്ചതായ ആടുകളുടെയോ എന്തുവാണ് എണ്ണ മാർക്കുവാൻ അത്രമാത്രം എന്തുവാണ് വലിയ വർദ്ധനമെന്തുവാണ് ആ മോറിയമലയിൽ എന്തുവാണ് പിന്നീട് നടത്തുമെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പറയാണ് എണ്ണുവാനും കണക്കെടുക്കുവാനും കഴിയാതെ വണ്ണം വളരെ ആടുകളെയും എന്തുവാണ് കാലങ്ങളെയും പട്ടണത്തിലെ യാഗം കഴിച്ചു. ഞാൻ പറഞ്ഞത് എന്തിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അബ്രഹാമിന് ആരുടെ ഹൃദയത്തിലെ എന്റെ മകനെ എന്നാൽ ഞാനത് കേട്ട് അനുസരിക്കുകയാണ്. 100% ആ മകനെ യാഗമർപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ അവിടെ പോയത്. എന്നാൽ അവിടെ വലിയ ദേവാലയം ഉണ്ടാകും. ഇത്രമാത്രം ആടുകളെയും അതുപോലെ കാളുകളെയും യാഗമർപ്പിക്കുന്നതാണ് അബ്രഹാം. ഈ സ്ഥലത്തിന്റെ ചരിത്രം എന്തുവാണ്? കർത്താവ് മാറ്റി മറിച്ചുവെങ്കിൽ എന്തുവാണ്? നമ്മുടെ ചരിത്രങ്ങളെ കർത്താവ് മാറ്റി മറിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഹല്ലേലൂയ നമുക്ക് ചിന്തിക്കാം, ഹല്ലേലൂയ രണ്ടുപേരവിടെ എന്തുവാണ് ആരാധിക്കുന്നു, അബ്രഹാമും ഹല്ലേലൂയ ഇസ്ഹാക്കും മാത്രം. എന്നാൽ ഇന്ന് വൽക്കാലം എന്നെ ഓൺലൈനിലൂടെ ഒക്കെ കേൾക്കുന്നതായ ദൈവത്തിന്റെ ദാസന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും 5 or 6 പേരോ നിങ്ങളുടെ സഭയിൽ ഉള്ളെങ്കിൽ ഹല്ലേലൂയ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ഹല്ലേലൂയ മോറിയമലയുടെ ചരിത്രം എന്തുവാണ് മാറ്റിമറിച്ചുവെങ്കിൽ എന്തുവാണ് ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളതായ ഒരു സഭാ വളർച്ച എന്തുവാണ് നമ്മുടെ ലണ്ടൻ പട്ടണത്തിൽ ഉണ്ടാകണം, നമ്മുടെ കാനഡയിൽ ഉണ്ടാകണം, നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകണം, ലോകമെമ്പാടും എന്തുവാണ് ഹല്ലേലൂയ വലിയ ഒരു കൂട്ടം ജനങ്ങൾ എന്തുവാണ് ഹല്ലേലൂയ എണ്ണി തീർക്കുവാൻ കഴിയാത്ത രീതിയിൽ എന്തുവാണ് ഹല്ലേലൂയ കടന്നു വരുന്നതായ ഒരു വലിയ ജനക്കൂട്ടം എന്തുവാണ് അവിടെ ഇവിടെയും ഉണ്ടാകണം. അങ്ങനെയുള്ളതായ ആരാധനയുടേതായ ഹല്ലേലൂയ വലിയ സമൃദ്ധി, ആരാധനയുടെ ആളുകളുടെ എണ്ണം എന്തുവാണ് ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കും കർത്താവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ.